ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യം എന്താണ്? നമ്മൾ പറയില്ലേ, ആ മനോഹരമായിരിക്കുന്ന തരുവിന്റെ തരുനികരത്തിന്റെ ഓരോ ചില്ലകളും എല്ല കൊണ്ട് സമൃദ്ധമാണ്, ഇടതൂർന്നതാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മരത്തിന്റെ ശാസ്ത്രം അറിയുന്ന ഒരാൾ അവിടെ തന്നെ വിളിച്ചു പറയും, അത് അത്രമേൽ ആഴത്തിലേക്ക് വേരൂന്നിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞത്, വേരൂന്നിയതിന്റെ ആഴമറിയാം ഇലയിൽ 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 എന്ന് പറഞ്ഞു. നമ്മളെ വാക്ക് ഒരുപാട് ഹൃദയങ്ങളിലേക്ക് വേരൂന്നേണ്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ കലിമത്തൻ ത്വയ്യിബ, നല്ല ഒരു വാക്കിന്റെ ഉപമ അല്ലാഹു നടത്തിയത് എങ്ങനെയാണ്? അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. നമ്മളൊക്കെ ഉച്ചരിക്കുന്ന വാക്കുകളിൽ നല്ല വാക്കിന്റെ ഉപമ എങ്ങനെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വരച്ചു കാണിക്കുകയാണ്. അത് മനോഹരമായ ഒരു തരുനികരം പോലെയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിത്, അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് കടന്നുപോയതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ അത് അന്തരീക്ഷത്തിൽ പ്രവഹിച്ചു വ്യാപിച്ചു കിടക്കുന്നതാണ്. ഒരുപാട് പ്രകൃതിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പക്ഷിപ്പറവകൾ, മനുഷ്യർ, മറ്റുള്ള ജീവജാലങ്ങൾ അതിന്റെ കായ്ക്കനികളെ ഭക്ഷിക്കാൻ അതിന്റെ തണല് തേടി, അതിന്റെ കുളിര് തേടി, അതിന്റെ ശീതളിമ തേടി അതിന്റെ പരിസരത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ഇത്രയും വലിയൊരു ഉപമ ഖുർആനിൽ ഒരു കവിത പോലെ ഭാവാത്മകമായിട്ടും ചേതോഹരമായിട്ടും വർണ്ണിച്ചത് എന്തിനെ പറ്റിയാ? നമ്മൾ വായ തുറന്നാൽ പുറത്തേക്ക് വരുന്ന ഒരു വാക്കിനെ പറ്റിയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ ഞാൻ ബൈബിളിലെ നേരത്തെ പറഞ്ഞ വാക്കിനെ ഇതിനോട് ചേർത്ത് അനുബന്ധം കുറിച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞത്? വാക്കൊരു വിത്താണ്. വിത്തും പഴവും വ്യത്യാസം. പഴം അത് ഭക്ഷിക്കലോട് കൂടെ തീർന്നു, പക്ഷെ വിത്ത് അങ്ങനെയല്ല. നമ്മളെ ഉമ്മ നാളെ അടുക്കള തോട്ടത്തിൽ ഒരു കുഴി വെട്ടി ആ വിത്തിനെ അവിടെ കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി പിന്നെ മക്കളെ പരിചരിക്കും പോലെ അതിന് കൃത്യമായ ശുശ്രൂഷ പരിപാലനം കൊടുത്താലേ അതിൽ നിന്നൊരു നാമ്പ് തളിർക്കുകയാണ്. അത് പിന്നെ ഒരു സസ്യലതാദിയാവുകയാണ്. അത് പിന്നെ ഒരു വടവൃക്ഷമാവുകയാണ്. അതിന് ശിഖരങ്ങൾ പ്രവഹിക്കുകയാണ്. അതിൽ കായ്ക്കനികൾ സമ്പന്നമാവുകയാണ്. അത് തണലേകുന്നു, അത് കാറ്റേകുന്നു, അത് ഒരുപാട് പക്ഷികൾക്ക് കൂടേകുന്നു, അതൊരുപാട് തലമുറകൾക്ക് പഴങ്ങളേകുന്നു. ഇതുപോലെ ഒരു വിത്താണ് ഇതുണ്ടായത്. ഇനി ആ വിത്തിന്റെ മക്കളാകുന്ന പുതിയ